സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. ജപ്പാനിൽ, അതായത് പാലിൻ്റെ പുഴ പോലെ തന്നെയുള്ളൊരു പുഴ, വെള്ള കളറിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്നൊരു പുഴയാണ്. അത് ചില കാരണങ്ങളാൽ, പ്രകൃതിയുടെ ചില കാരണങ്ങളാലാണ് അതിനങ്ങനത്തെ കളറായത്. അപ്പോൾ അവിടെ വന്ന അത് സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് അതിൻ്റെ പുറത്ത് കുറേ ടാപ്പുകൾ സംവിധാനിച്ചിട്ടുണ്ട്. എന്തിനറിയോ? ആ ടാപ്പ് തുറന്നാൽ ഒറിജിനൽ പാലായി കൂടി വരും, ഒറിജിനൽ പാല് വരും. ആ പാല് അവർ ആ പുഴയുടെ വക്കത്ത് നിന്ന് ഇങ്ങനെ കുടിക്കുന്ന രംഗം ഫോട്ടോ എടുക്കാനാണ് അവിടെ വരുന്നത്. എന്തിനാണ് ആ പാല് കുടിക്കണത് ഒരു ഫോട്ടോ എടുക്കണേ? ഈ പുഴയുടെ പാല് പോലെയുള്ള വെള്ളക്കളറുള്ള പുഴയുടെ വക്കത്ത് നിന്ന് ഞങ്ങൾ അതിലെ പാല് കുടിക്കുകയാണ് എന്ന് വരിച്ചു തീർക്കാൻ പുറത്തുനിന്ന് നല്ല ഒറിജിനൽ പാല് ഗ്ലാസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് കുടിക്കുന്നതാണ്. അത് വേറൊന്നിനും പറഞ്ഞല്ല. ഇപ്പം ദുനിയാവിലെ ഒരു ചെറിയ പുഴയ്ക്ക് അങ്ങനത്തെ ഒരു സംവിധാനം അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റിക്കണമെങ്കിലേ, ഭൂമിയുടെ ബഹുഭൂരിഭാഗവുമുള്ള കടലെന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ രുചി ഉപ്പാക്കി മാറ്റാൻ റബ്ബിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ റബ്ബിന് തേനിൻ്റെ പുഴയുണ്ടാക്കാൻ, ആ റബ്ബിന് പാലിൻ്റെ പുഴയുണ്ടാക്കാൻ, ആ റബ്ബിന് ഇതുപോലെയുള്ള സുന്ദരമായ സ്വച്ഛമായ വെള്ളമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നവൻ വിഡ്ഢിയല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ.